ഹരേ കൃഷ്ണ. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ണിക്കണ്ണൻ നല്ല കൗതുകത്തില് നല്ല സുന്ദര കുട്ടനായിട്ടാണ് ഇന്ന് ശ്രീലകത്ത്. ഇന്നത്തെ അലങ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് കൈയിലും വെണ്ണ ഉണ്ണാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ഇടത് വശത്തിൽ ഓടക്കുഴൽ എടുത്തു വെച്ചിട്ടുണ്ട്. ചുണ്ടിനോട് അടുപ്പിച്ച് രണ്ട് കൈയിലും നിറയെ വെണ്ണ പിടിച്ചിട്ട് നിൽക്കുകയാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. ആ കുഞ്ഞിക്കാലുകളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണകം ഉടുത്തിട്ടുണ്ട്. കുമ്പയോട് ചേർന്ന് കിങ്ങിണി പോലത്തെ അരഞ്ഞാണം കിടപ്പുണ്ട്. പതക്കം പോലത്തെ ഒരു മാലയും അല്ലാണ്ട് വലിയൊരു മാലയും കിടപ്പുണ്ട്. കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്. കിരീടമുണ്ട്, അതിന്റെ മുകളിലോ പീലി ചാർത്തിയിട്ടുണ്ട്. അതില് തെറ്റിക്കൊണ്ടുള്ള മാലയും തുളസി കൊണ്ടുള്ള മാലയും പിന്നെ വിധാനം പോലെ 4 മാലയും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഭഗവാനെ കാണാൻ അത്ര സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ വെണ്ണ ഉണ്ണാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കാൻ തയ്യാറായി നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്കങ്ങോട്ട് മാനസ പൂജ ചെയ്യാം. ഈ ലോകത്തുള്ള പൂജകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയാണ് മാനസ പൂജ. മാനസ പൂജ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഹസ് ചെയ്യുന്ന അതിനും അപ്പുറമാണെന്ന് പറയാം. കാരണം നമ്മൾ ഭഗവാനെ പൂജിക്കുകയാണ്. അപ്പോൾ എന്താകാം, നമുക്ക് ആ കുഞ്ഞി പാദങ്ങളിൽ നിന്ന് തുടങ്ങാം. ആ കുഞ്ഞി പാദങ്ങൾ കയ്യിലെടുത്തിട്ട് ആ സ്വർണ്ണ തളയോട് കൂടിയ കുഞ്ഞി പാദങ്ങൾ 2 കയ്യിലെടുത്തിട്ട് നമുക്ക് മുത്തം കൊടുത്ത് തുടങ്ങാം. ആ കുഞ്ഞി 2 പാദങ്ങളിലും മുത്തം കൊടുത്ത്, എന്നിട്ടോ ആ കുമ്പയില്ലേ, ആ കുഞ്ഞി കുമ്പയിൽ നമുക്കൊരു മുത്തം കൊടുക്കാം. 2 കൈയും പിടിച്ചിട്ട് 2 കൈയിലും നമുക്ക് ഉമ്മ കൊടുക്കാം. ആ കവിള് പിടിച്ചിട്ട് 2 കവിളത്ത് ഉമ്മ കൊടുക്കാം. നെറുകയിൽ ഉമ്മ കൊടുക്കാം. എന്നിട്ടോ ആ കിരീടത്തിലും മയിൽപ്പീലിയിലും ഒക്കെ നമുക്കൊന്ന് തൊട്ട് നമ്മുടെ കണ്ണനെ നമുക്കിങ്ങനെ നമ്മുടെ 2 കൈയിലും ഈ 2 കൈയിലും കണ്ണന്റെ കവിള് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ണാന്ന് വിളിക്കാം. എല്ലാവരും ഒന്ന് മനസ്സ് പൂജ ചെയ്തേ. ഈ നിങ്ങളുടെ എല്ലാവരുടെയും ഈ കയ്യിൽ കണ്ണന്റെ മുഖം അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കണ്ണാന്ന് വിളിച്ച് കണ്ണൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും തരാനായി നിങ്ങളുടെ കൂടെ പൊന്നുണ്ണി നിങ്ങളുടെ അടുത്തുണ്ട്. എന്താവശ്യം വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞോളൂ. ഒന്നും പറയണ്ട, പറയാതെ തന്നെ അറിഞ്ഞ് ചെയ്തോളൂ. കണ്ണു നിറഞ്ഞു പോകുന്നില്ലേ? ഹൃദയം പടപടാന്നിരിക്കുന്നില്ലേ? അതാണ് ഭക്തി. അതാണ് ഭക്തി. നമുക്ക് നമ്മുടെ കണ്ണനോടുള്ള ഭക്തി അതാണ്. നമ്മുടെ കണ്ണൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഫീലിങ്സ് ഇല്ലേ, അതാണ് ഭക്തി. അപ്പം നിങ്ങൾ നിറഞ്ഞ ഭക്തരാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഉണ്ണിക്കണ്ണൻ ഇന്ന് എത്തി. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കണ്ണനെ ചെയ്തു. വെണ്ണ മുട്ടിച്ചു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ നമ്മളിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതിലും വലിയ ഭാഗ്യം മറ്റെന്തുണ്ട്? എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.